കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കണത് നിങ്ങൾക്കൊന്ന് ചെറിയ രീതിയിൽ മോഡിഫൈ ചെയ്യണം. മോഡിഫൈ എന്ന് ഉദ്ദേശിച്ച് ഭയങ്കരമായിട്ടുള്ള MBDനെ വെല്ലുവിളിച്ചിട്ടുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നുമില്ല. 4 അലോയ് വീൽസ്, നല്ല ഭംഗിയുള്ള അലോയ് വീൽസ് മാത്രം ഇട്ട ഒരു റോഡിൽ വേറെ ഏത് വാഹനം പോയാലും ഈ വാഹനത്തിന് നോക്കും. അങ്ങനത്തെ ഒരു വാഹനമാണ് ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകണം. അപ്പോൾ ഈ വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹോണ്ട സിറ്റി. അപ്പോൾ ഹോണ്ട സിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊന്ന് Type 5 വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു ഹോണ്ട സിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2024 വരെ വാലിഡ് പേപ്പറും അടുത്ത കൊല്ലം 2022 നവംബർ വരെ വാലിഡ് ഇൻഷുറൻസും ഉള്ള ഒരു വാഹനം തന്നെയാണ്. മാത്രമല്ല അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ നല്ല സൂപ്പർ കണ്ടീഷനിൽ ഇരിക്കുന്ന ഹോണ്ട സിറ്റിയാണ് നിങ്ങൾ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകണം. അപ്പോൾ ഈ ഒരു വാഹനം നമുക്കൊന്ന് ഫുള്ള് കണ്ടുവരാം. അതിന് ശേഷം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹോണ്ട സിറ്റി. അപ്പോൾ ഇത് Type 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹോണ്ട സിറ്റി ഏറ്റവും ആദ്യം ഇറങ്ങിയ മോഡലാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡിലുണ്ടായിരുന്നു ആ ടൈമിൽ. കാരണം നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഭംഗിയാക്കണമെന്നുണ്ടെങ്കിൽ, ചെറിയ അലോയെ കിട്ടുന്നുണ്ട് ഭംഗി വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വാഹനം ഇത് തന്നെയാണ്. പിന്നെ ഒരു സ്പോർട്ടി ഫീലൊക്കെ തരുന്ന വാഹനം തന്നെയാണ് ഹോണ്ട സിറ്റി. പിന്നെ പെട്രോൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്താ പറയുക ടോർക്കും കാര്യങ്ങളൊക്കെ കാലൊക്കെ കൊടുത്ത് കയറിപ്പോകാൻ പറ്റാവുന്ന ഒരു വാഹനം തന്നെയായിരുന്നു ഈ ഒരു ഹോണ്ട സിറ്റി. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ കളറാണ്. ഡാർക്ക് ബ്ലൂ കളർ ഹോണ്ട സിറ്റി. അതേപോലെ ടയർ കണ്ടീഷനൊക്കെ പക്കയാണ്. ഒരു 80% മോഡൽ ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ ഈ വാഹനമാണ് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. ഈ വാഹനത്തിൻ്റെ ബോഡി ക്വാളിറ്റി നോക്കാം. ഇത്രയും പഴയ വാഹനമാണ്, 1998 മോഡലാണെങ്കിലും യാതൊരു രീതിയിലുള്ള ഒരു ബോഡിയിൽ യാതൊരു ഡെൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫിനിഷിങ് കുറവോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ടയർ നോക്കണമെങ്കിൽ കേട്ടോ, ടയറൊക്കെ നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ തന്നെ നിൽക്കുന്ന ടയേഴ്സാണിത്. അതുപോലെ തന്നെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ വന്നിരിക്കണം. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു അലോയ് കിട്ടിയാൽ നല്ല ഭംഗിയായി കൊണ്ടു നടക്കാൻ പറ്റാവുന്നൊരു വാഹനമാണ്. ഫ്രണ്ട് ഭാഗം നോക്കണമെങ്കിൽ ഇതിൻ്റെ ബമ്പറും കാര്യങ്ങളൊക്കെ നോക്കാം. അവിടെയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും, ഇത് കമ്പനി പെയിൻറ്റ് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നോർമലായിട്ട് ഉണ്ടാകും, ഇത്രയും ഓൾഡ് മോഡലായി ഉണ്ടാകും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ വാഹനത്തിൻ്റെ ബോഡി ഇപ്പോൾ പെർഫെക്റ്റ് ആണ്. ലെഫ്റ്റ് സൈഡിലെ ടയേഴ്സും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന വാഹനമാണ്. 2 ഡോർ നോക്കാം. ഡോറിലും ഇതേപോലെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അത്രയ്ക്ക് നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന വാഹനം തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് സൈഡിലെ ടയേഴ്സ് നോക്കണമെങ്കിൽ ഇവിടെ നമുക്കൊരു 80% മുകളിൽ ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അപ്പോളോൻ്റെ ടയേഴ്സാണ് വരുന്നത്. പിന്നെ റിയർ ഭാഗം നോക്കാം. വിൻഷീൽഡ് നോക്കണമെങ്കിൽ ഇവിടെയും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ആ വിൻഷീൽഡ് ഇത് ഫിലിം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് എടുത്ത് കളയാം. സിറ്റിയുടെ EXI എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാം കേട്ടോ. നല്ല ഭംഗിയായി തന്നെ ഇരിക്കുന്ന ആ ഒരു ബാക്ക് സൈഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ക്വാളിറ്റി നോക്കാം കേട്ടോ. ആ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോഴും അത്ര പഴമയും കാര്യങ്ങളും തോന്നിക്കാത്ത ആ ഒരു ഫാബ്രിക് കാര്യങ്ങൾ കാണാം. അതുപോലെ 4 പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ കാണാം. ആലോചിക്കുക ഇത്രയും കൊല്ലം പഴക്കമുള്ള വാഹനത്തിന് അന്നും 4 പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് നോക്കാം. സീറ്റൊക്കെ പക്കാ ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല നീറ്റായിട്ടിരിക്കുന്ന കമ്പനി സ്റ്റോക്ക് സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ കീറലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നില്ല. ഡാഷ്ബോർഡ് നോക്കാം. ഡാഷൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ഡാഷ്. അതുപോലെ ഫ്രണ്ട് ഭാഗം നിങ്ങൾ നോക്കണമെങ്കിൽ മിഡിൽ കൺസോളൊക്കെ നീറ്റാണ്. അതേപോലെ ഡാഷിൻ്റെ റൈറ്റ് പാർട്ട് നോക്കണമെങ്കിൽ അവിടെയും നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നു. ഇവിടെ നോക്കണമെങ്കിൽ മിഡിലായിട്ട് നമുക്കിവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ സൈഡിൽ ഇവിടെ സ്പീക്കേഴ്സും ഫ്ലോർ നോക്കണമെങ്കിൽ വിനയിലൊക്കെ ചെയ്ത് ഭംഗിയാക്കി തന്നെ ഇട്ടിരിക്കുന്ന ഒരു വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡോർ പാഡ് നോക്കാം. അവിടെ നീറ്റ്നെസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റിയർ ഭാഗം നോക്കണമെങ്കിൽ റിയർ ഭാഗത്ത് സീറ്റ് കാണാമല്ലോ. റിച്ച് ഫീലാണ് തരുന്ന റിയർ ഭാഗത്ത് സീറ്റ്. കൂടാതെ നമുക്ക് ആംറെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ റിയർ ഭാഗം കാണിക്കാൻ വിശദമായിട്ട് കാണിച്ചേക്കാം. റൂഫ് നോക്കാം. റൂഫും ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു. ഫ്രണ്ടിൽ എടുത്ത് പറയുന്നത് ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു പാറ്റേൺ നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാറ്റേൺ ആണത്. ആ ഒരു C ടൈപ്പ് റൈറ്റ് സൈഡിലേക്ക് ഇൻവെർട്ടർ ആയിട്ടുള്ള C ടൈപ്പ് നോക്കണം. ആ ഒരു സ്റ്റിയറിംഗ് ഒക്കെ ഭംഗിയാണ്. അതേപോലെ ഗിയർ നോബ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാം. സീറ്റ്സിൻ്റെ ഫാബ്രിക് നോക്കാം കേട്ടോ. റിച്ച് ഫീൽ ചെയ്യുന്ന ഫാബ്രിക്കാണ് സീറ്റിന് വന്നുകൊണ്ടിരിക്കുന്നത്.
ഇനി നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചതിന് ശേഷം ഈ വാഹനത്തിൻ്റെ റിയർ ഭാഗം നോക്കിയേക്കാം. റിയർ ഭാഗം എന്താണ് അവസ്ഥ എന്ന് നോക്കിയേക്കാം. റിയർ ഭാഗം നോക്കാനൊന്നുമില്ല, ക്ലീൻ ആൻഡ് നീറ്റാണ്. ഇപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാം. ഡോർ പാഡ് നോക്കാം, കണ്ടോ, ഡോർ പാഡൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഡോർസ്. അതുപോലെ തന്നെ നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽസാണ് ഡോർ പാഡിലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ്. സീറ്റ്സ് നോക്കാം. സീറ്റ്സൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ്, കണ്ടോ, നല്ല ഭംഗിയിൽ തന്നെ നല്ല തൈ സപ്പോർട്ട് വരുന്ന സീറ്റ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താഴെ നമുക്ക് വിനയിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു. ഇവിടെ നല്ല വിശാലമായിട്ടിരിക്കുന്ന ഒരു ആംറസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. കപ്പ് ഹോൾഡറും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നല്ല വാഹനത്തിൻ്റെ ലുക്ക് നോക്കാം, കണ്ടോ. നമ്മൾക്ക് മുടക്കുന്ന കാശിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ ഒരു ഹോണ്ട സിറ്റി. ഇനി നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗം അതേപോലെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ലിവർ ഒന്ന് അപ്പ് ചെയ്യണം. ലിവർ അപ്പ് ചെയ്തിട്ട് നമുക്ക് എഞ്ചിൻ ഭാഗം നോക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഹോണ്ട സിറ്റിയുടെ ഒരു എഞ്ചിൻ ഭാഗം. അപ്പോൾ എഞ്ചിൻ ഭാഗം നോക്കാം, കേട്ടോ. ഇത്രയും ഓൾഡ് മോഡലായിട്ടും വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗമൊക്കെ പെർഫെക്റ്റാണ്. യാതൊരു രീതിയിലുള്ളൊരു എന്താ പറയുക സ്ലോ പിക്കപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പവർ ഡ്രോപ്പോ കാര്യങ്ങളോ നമുക്ക് ഈ വാഹനത്തിന് കിട്ടുന്നില്ല. അത് നിങ്ങൾ ജസ്റ്റ് വന്നതും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ എഡ്ജ് ടു എഡ്ജ് വ്യൂ തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് നോക്കിയേക്കാം. ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാം. അത് എഞ്ചിൻ ഭാഗം ക്ലീൻ ആകാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അത് എഞ്ചിൻ ക്ലീൻ ചെയ്യണമെങ്കിൽ കുറച്ച് നല്ല ഒരു ലുക്ക് നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗം നമുക്ക് കിട്ടും. അതേപോലെ ഇതിൻ്റെ എല്ലാ പാർട്സും ഞാൻ കാണിച്ചു തരാം. എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. ഈ വാഹനത്തിൻ്റെ ലിഡും കൂടി നോക്കാം. ലിഡിൽ എന്തെങ്കിലും ഡെൻറ്റോ കാര്യങ്ങളോ പാച്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്, കേട്ടോ. അത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്ന ലിഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇതിൻ്റെ എഞ്ചിൻ ഭാഗം. നമുക്കിനി ഈ വാഹനത്തിൻ്റെ ബൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസൊക്കെ വളരെ സ്പേഷ്യസ് ആണ്. കാരണം പ്രത്യേകിച്ച് സെഡാൻ ആയതുകൊണ്ട് തന്നെ ബൂട്ടിലൊന്നും യാതൊരു രീതിയിലുള്ള കോംപ്രമൈസോ കാര്യങ്ങളൊന്നുമില്ല. വളരെ വിശാലമായിട്ട് ഇരിക്കുന്ന ബൂട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയലും ഫാബ്രിക്കൊക്കെ നോക്കാം, ക്വാളിറ്റി ആയിട്ട് തന്നെ ഇരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ സൈഡും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ കാണിച്ചു തന്നേക്കാം. എന്തെങ്കിലും രീതിയിലുള്ള പാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്, കേട്ടോ. വാഹനമൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഇത്രയും ഓൾഡ് മോഡലായതുകൊണ്ട് ഇതിൻ്റെ ടയേഴ്സ് നോക്കാം. ടയേഴ്സൊക്കെ നല്ല ഒരു 60-70% ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ലിഡിൻ്റെയും കൂടി വീഡിയോ കാണിച്ചു തന്നേക്കാം. എന്തെങ്കിലും പാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ലിഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഡൗൺ പാർട്ട് കൂടി കാണിച്ചു തന്നേക്കാം. എന്തെങ്കിലും പാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാം, കേട്ടോ. ക്യാമറ വളരെ സ്ലോയിലാണ് പോകുന്നത്. എന്തെങ്കിലും രീതിയിൽ ഡീറ്റെയിൽ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് സൂം ചെയ്താൽ മാത്രം മതി. വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ആ ഒരു എഡ്ജസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ ഈ വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂ കണ്ടു കഴിഞ്ഞു. 2024 ഒരു വാലിഡ് പേപ്പർ ഉണ്ട്. 98 ആണ് ഇതിൻ്റെ മോഡൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിലേക്ക് വേണമെങ്കിൽ അടുത്ത കൊല്ലം നവംബർ വരെ ഇതിന് വാലിഡ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. പിന്നെ ഈ വാഹനത്തിന് അത്യാവശ്യം നല്ല ഡിമാൻഡും കാര്യങ്ങളുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹോണ്ട സിറ്റിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം. ഫസ്റ്റ് ഇറങ്ങിയ ഹോണ്ട സിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡിൽ നിൽക്കുന്ന വാഹനം. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനൊക്കെ ഹരമായിട്ട് മാറിയിരിക്കുന്ന വാഹനം തന്നെയാണ് ഈ ഹോണ്ട സിറ്റി. ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോന് താഴെ തന്നെ നമ്പറുണ്ട്. നമ്പറിനകത്തേക്ക് വിളിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ലോണും കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കില്ല, അത് നേരത്തെ തന്നെ എടുത്ത് പറയണം. പിന്നെ ഇതിൻ്റെ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ട് വിലയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഡിമാൻഡും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ പോണ വില എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ലാത്ത റേറ്റും കാര്യങ്ങൾ തന്നെയാണ്. റേറ്റ് പറഞ്ഞേക്കാൻ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും, കേട്ടോ. ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് 98,000 ആണ്. 98,000 റുപ്പീസ് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിരിക്കും. അപ്പോൾ നെഗോസിയേഷൻ ചെയ്യേണ്ട സുഹൃത്തുക്കൾ നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. ഡിസ്ക്രിപ്ഷനിൽ നേരെ താഴെ തന്നെ നമ്പറുണ്ട്, കേട്ടോ. ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് ഒരുപാട് വാഹനങ്ങൾ ലൈനപ്പിലുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ എടുക്കണം. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.